വിശദമായ വാർത്തകളിലേക്കാണ്. ഹൈദരാബാദിലെ ചാർമിനാറിൽ തീപിടുത്തത്തിൽ 17 മരണം. ഗുൽസാർ ഹൌസിലാണ് തീപിടുത്തമുണ്ടായത്. മരിച്ചവരിൽ 2 സ്ത്രീകളും 2 കുട്ടികളും. നിരവധി പേർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി അഫ്സാന ചേരുന്നു. അഫ്സാന, ഹൈദരാബാദിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായ ചാർമിനാറിലാണ് തീപിടുത്തമുണ്ടായത്. ഇതിൽ 17 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. തോടൊപ്പം തന്നെ 2 കുട്ടികളും സ്ത്രീകളുമാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചത്. വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, ഹൈദരാബാദിലെ ചാർമിനാറിലാണ് വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെ 6 മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തത്തിൽ 17 മരണമാണ് സ്ഥിരീകരിച്ചത്. നേരത്തെ 8 മരണമായിരുന്നു സ്ഥിരീകരിച്ചത്. അനുനിമിഷം മരണസംഖ്യ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, സംഭവത്തിൽ 17 പേരാണ് മരിച്ചത്. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സ്ഥലത്ത് ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പ്രദേശമായ ഗുൽസാർ ഹൗസിലാണ് തീപിടുത്തം ഉണ്ടായത്. അവിടെ ഒരു കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. 3 കുടുംബങ്ങളാണ് ആ കെട്ടിടത്തിൽ താമസിച്ചിരുന്നത്. പുലർച്ചെ ആണ് തീപിടുത്തം ഉണ്ടായതുകൊണ്ട് തന്നെ ഏകദേശം ആളുകളെല്ലാം ഉറങ്ങിക്കിടന്ന സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ തീപിടുത്തം ഉണ്ടായ സമയത്ത് തന്നെ നമുക്ക് കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാവുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. നിലവിൽ 17 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനിയും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട്. കാരണം നിലവിൽ 7 പേരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ഇനിയും മരണസംഖ്യ ഉയരാൻ ഉള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, പരിക്കേറ്റവർക്ക് 50,000 രൂപ ധനസഹായം നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിട്ടുണ്ട്. വൻ തീപിടുത്തം തന്നെയാണ് ഹൈദരാബാദിൽ ഉണ്ടായിരിക്കുന്നത്. ഏകദേശം പുലർച്ചെ 6 മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പ്രദേശമായ ഗുൽസാർ ഹൗസിൽ ആണ് ഉണ്ടായിരിക്കുന്നത്. ഒരു കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. 3 കുടുംബങ്ങളാണ് അവിടെ താമസിച്ചിരുന്നത്. പുലർച്ചെ ആയതിനാൽ രക്ഷാപ്രവർത്തനം അത്ര കാര്യക്ഷമമല്ല എന്ന് മാത്രമല്ല, ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പ്രദേശവുമാണ്. കടകളും അതുപോലെ തന്നെ കുടുംബങ്ങളെല്ലാം ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു. ഒരു വാതിലൂടെ മാത്രമേ ആ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ എന്നുള്ളതും രക്ഷാപ്രവർത്തനത്തിന് കാര്യക്ഷമമാക്കിയില്ല. മാത്രമല്ല, നിലവിൽ 17 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 7 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. മരിച്ചവരിൽ 8 കുട്ടികളും 5 സ്ത്രീകളും ഉൾപ്പെടുന്നു എന്ന വിവരമാണ് നമുക്ക് പുറത്തു വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ ധനസഹായം, അതുപോലെ പരിക്കേറ്റവർക്ക് 50,000 രൂപയും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൃന്ദ, ശരി, സാനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.